ഏറ്റവും വലിയ മൃഗശാലകളിലൊന്ന്, ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാല, AI സാങ്കേതിക വിദ്യകളെ സംയോജിപ്പിച്ച് ഏഷ്യയിലെ ആദ്യത്തെ ഹോളോഗ്രാം സൂ, വലിപ്പത്തിൽ ഏഷ്യയിലെ രണ്ടാമത്തെ സുവോളജിക്കൽ പാർക്ക്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത തൃശൂർ പുത്തൂരിലെ സുവോളജിക്കൽ പാർക്കിന് ഇങ്ങനെ വിശേഷണങ്ങൾ ഏറെയാണ്. 34 വർഷങ്ങൾക്ക് മുൻപ് മുളങ്കാടും അക്വേഷ്യയും നിറഞ്ഞൊരു ഭൂപ്രദേശം ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്ന ഒരിടമായി വളർന്നതിന് പിന്നിൽ കൗതുകകരമായ നിരവധി കാര്യങ്ങളുണ്ട്. ലോകപ്രസിദ്ധനായ ഓസ്ട്രേലിയൻ ഡിസൈനർ ജോൺ കോയാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഡിസൈൻ ചെയ്തത്. 1996 തൃശൂർ മൃഗശാല സന്ദർശിക്കാനെത്തിയ മൃഗശാല അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറി SC ശർമ്മ സന്ദർശനത്തിന് ശേഷം സമർപ്പിച്ച റിപ്പോർട്ടിന് പിന്നാലെ തൃശൂർ മൃഗശാല മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യമുയർന്നു. അന്നു മുതൽ മൃഗശാല മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചെങ്കിലും 2017 മുതലാണ് പ്രവർത്തനങ്ങൾക്ക് വേഗം വെച്ചത്. 370 കോടി രൂപ ചെലവിൽ 336 ഏക്കറിൽ യാഥാർത്ഥ്യമായത് തൃശൂരിന്റെയും കേരളത്തിന്റെയും 40 വർഷത്തെ സ്വപ്ന പദ്ധതിയാണ്. 1985 തൊട്ട് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചുവെങ്കിലും 2017 മുതലാണ് ശരിക്ക് 12 തുടങ്ങി, 12 പെർമിഷൻ കിട്ടി, 17 തൊട്ടാണ് ഇതിൻ്റെ ഒരു സ്പീഡ് കിട്ടുന്നത്. ശരിക്കും പ്രവർത്തനം തുടങ്ങുന്ന ആ സമയത്താണ്. അങ്ങനെ വരുമ്പോൾ 17 തൊട്ട് 25 ആയപ്പോൾ അതിൻ്റെ അന്നുള്ള ആ ഒരു ആശയം, തൃശ്ശൂർ സൂ മാറ്റുക എന്നുള്ള ആശയത്തിൻ്റെ ഒരു 99% നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റി. എന്നാൽ ആ സൂ മാത്രം പോരാ, ആ മൃഗങ്ങൾ മാത്രം പോരാ എന്നുള്ള കാഴ്ചപ്പാട് വന്നപ്പോഴാണ് ഇത് കൂടാതെ കൂടുതൽ മൃഗങ്ങൾ, ഇത്രയും വലിയൊരു ഏരിയയിൽ 136 ഹെക്ടർ ഏരിയ നമുക്ക് ഇതിനകത്തുണ്ട്. ആ ഏരിയയിലേക്ക് അവിടെയുള്ള അത്രയും ഏരിയയിലുള്ള മൃഗങ്ങൾ മാത്രം പോരാ, കൂടുതൽ മൃഗങ്ങൾ വേണം. അങ്ങനെയുള്ള കാഴ്ചപ്പാട് വന്നപ്പോഴാണ് പുതിയതായിട്ടുള്ള മൃഗങ്ങളെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നമ്മൾ തുടങ്ങുന്നതും അതിനുള്ള കൂടുകളൊക്കെ നമ്മൾ ചെയ്തു. അപ്പോൾ ആ കൂട് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് മൃഗങ്ങൾ കിട്ടാത്തതുകൊണ്ട് നമ്മൾ കർണാടക ഗവൺമെൻറ്റുമായിട്ട് ചർച്ച ചെയ്തു, തമിഴ്നാട് ഗവൺമെൻറ്റുമായിട്ട് ചർച്ച ചെയ്തു. ഇവിടെ നിന്നെല്ലാം പല സ്പീഷീസിനെ ഏകദേശം 38 സ്പീഷീസോളം നമുക്ക് കർണാടകയിൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് വണ്ടല്ല സൂവിൽ നിന്നും നമുക്ക് ഏകദേശം 9 സ്പീഷീസോളം തരാമെന്ന് പറഞ്ഞു. അതിൽ 5 എണ്ണം പുതിയ ഇനങ്ങളാണ്. ഇവിടുന്ന് 38-ൽ 25 എണ്ണം പുതിയ ഇനങ്ങളാണ്. നമുക്കിവിടുന്ന് കിട്ടുന്നത് 46 ഇനങ്ങൾ മാത്രമാണ്. ബാക്കിയുള്ള ഇനങ്ങളെല്ലാം ചേർത്ത് പിന്നെ നമ്മൾ വെളിയിൽ നിന്ന് വരുത്തുന്ന, ഇപ്പം ഇമ്പോർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇപ്പം ജിറാഫ്, സീബ്ര, എലാൻഡ, പിന്നെ മക്കാവൂസ്, 4 ടൈപ്പ് മക്കാവൂസ് ഉണ്ട്. കൊക്കാറ്റൂസ് എന്ന് പറയുന്ന സ്പീഷീസ് ഉണ്ട്, തത്തവർഗത്തിൽപ്പെട്ട സാധനമുണ്ട്. പിന്നെ ഗ്രീൻ അനക്കൊണ്ട, ഇത്രയും ഇനങ്ങളും കൂടെ നമ്മൾ വെളിയിൽ നിന്ന് കൊണ്ടുവരാൻ നോക്കുന്നു. അപ്പോൾ അതും കൂടെ വരുമ്പോൾ നമുക്ക് ഏകദേശം 87 ഇനങ്ങളോളം മൃഗങ്ങൾ, വിവിധ തരത്തിലുള്ള മൃഗങ്ങൾ, നമ്മുടെ പക്ഷിമൃഗാദികൾ നമ്മുടെ ഈ സൂവിലുണ്ടാകും. 23 തീം സോണുകളിലായി വന്യമൃഗങ്ങൾക്കും പക്ഷികൾക്കുമായി സ്വാഭാവിക വാസസ്ഥലങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇരുമ്പ് ഗ്രില്ലുകളുടെ മറയില്ലാതെ വന്യതയുടെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാം. 30 ഇനം പക്ഷികളിലൂടെയാണ് പാർക്കിലെ കാഴ്ചകൾ ആരംഭിക്കുന്നത്. മുന്നോട്ട് പോകുമ്പോൾ തൃശൂർ മൃഗശാലയിൽ നിന്ന് കൊണ്ടുവന്ന മുതലയെയും പെലിക്കൺ, നീർക്കാക്ക, എരണ്ട തുടങ്ങിയ നീർപക്ഷികളെയും കണ്ട് യാത്ര തുടരാം. ബ്രാഹ്മണിക്കൊക്ക്, മയിലുകൾ, മ്ലാവ്, പുള്ളിമാൻ, പന്നിമാൻ എന്നിങ്ങനെ 3 ഇനം മാനുകളും നമ്മുടെ കാഴ്ചകളെ സമ്പന്നമാക്കും. തീർന്നെന്ന് കരുതണ്ട. സൈലന്റ് വാലി സോണിലും ബീഗം കാറ്റ് സോണിലും കാഴ്ചയുടെ കൗതുകങ്ങൾ ഇനിയുമേറെയുണ്ട്. ആകെ 64 ഇനങ്ങളിൽപ്പെട്ട 511 ജീവജാലങ്ങളെ പാർക്കിൽ നമുക്ക് കാണാം. കൂടുകളിലുമുണ്ട് ഏറെ കൗതുകങ്ങൾ. 3 ഭാഗങ്ങളായാണ് വലിയ മൃഗങ്ങളുടെ എല്ലാം കൂടുകൾ. 1. ക്രൗൾ ഏരിയ, മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനും അവയ്ക്ക് വിശ്രമിക്കാനുമുള്ള അവരുടെ സ്വകാര്യ ഇടം. 2. എക്സൈസ് ഏരിയ, പേരിൽ സൂചിപ്പിക്കും പോലെ തന്നെ അവർക്ക് സ്വതന്ത്രമായി നടക്കാനും കിടക്കാനുമുള്ള ഇടം. 3. എക്സിബിറ്റ് ഏരിയ, ഇവിടെ എത്തുമ്പോൾ മാത്രമാണ് കാഴ്ചക്കാർക്ക് മൃഗങ്ങളെ കാണാൻ സാധിക്കുക. KSRTCയുടെ പ്രത്യേക ഇലക്ട്രിക് ബസ്സിൽ സഞ്ചരിച്ച് സന്ദർശകർക്ക് പാർക്കിലെ കാഴ്ചകൾ ആസ്വദിക്കാം. കാഷ്യൂ ജംഗ്ഷൻ, ബിഗ് കാറ്റ് സോൺ, ആഫ്രിക്കൻ സോൺ, ഗ്രാസ്ലാൻഡ് സോൺ. പാർക്കിനകത്തെ ഈ 4 സ്റ്റോപ്പുകളിൽ ഇതിനായി ബസ്സുകൾ നിർത്തും. സൈലന്റ് വാലി മലനിരകളിൽ കാണുന്ന അപൂർവ മരങ്ങളാലും ചെടികളാലും സമ്പന്നമായ സൈലന്റ് വാലി സോൺ പാർക്കിലെ ഏറെ പ്രകൃതി രമണീയമായ ഇടമാണ്. ഇതിലൂടെയുള്ള നടത്തം കാടിന്റെ തണുപ്പും നിശബ്ദതയും പൂർണ്ണമായും അനുഭവവേദ്യമാക്കും. പാർക്കിലെ കാഴ്ചകളെ ഒറ്റയിരിപ്പിൽ നിങ്ങൾക്ക് വിവരിച്ചു തരികയെന്നത് ഒരു ഹിമാലയൻ ടാസ്ക് ആണ്. അല്പമൊന്ന് കാത്തിരുന്നാൽ അത് നിങ്ങൾക്ക് അനുഭവിച്ച് തന്നെ അറിയാം. ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും തുടക്കത്തിൽ സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾ, വിവിധ സംഘടനകൾ, ജനപ്രതിനിധികൾ എന്നിവർക്കാണ് ആദ്യഘട്ടത്തിൽ പ്രവേശനം ലഭിക്കുക. പുതുവർഷത്തിൽ പൂർണ്ണമായും ജനങ്ങൾക്ക് തുറന്നു നൽകും. ഓൺലൈൻ ബുക്കിംഗ് സൗകര്യം ഉപയോഗിച്ച് നമുക്ക് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്.
ഡീർ സഫാരി, പെറ്റിംഗ് സൂ, വന്യജീവികളുടെ വിശദാംശങ്ങൾ വെർച്വൽ റിയാലിറ്റിയിലൂടെ അവതരിപ്പിക്കുന്ന ഹോളോഗ്രാം സൂ എന്നിങ്ങനെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ മാത്രം സവിശേഷതകൾ അനുഭവിച്ചറിയാൻ നമുക്ക് കാത്തിരിക്കാം.